ഈ വീഡിയോയിൽ നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ള മെത്തേഡ്സ് ആണ് പഠിക്കുന്നത്. ഓക്കെ, അതിൽ ആക്ച്വലി 3 മെത്തേഡ്സ് ആണുള്ളത്. കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ക്യാൻ ബി കമ്പ്യൂട്ടഡ് ബൈ അപ്ലൈയിങ് ദ മെത്തേഡ്സ് ഗിവൺ ബിലോ. ഏതെങ്കിലും മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അതിൽ 3 മെത്തേഡ്സ്, ഒന്ന് കാൾ-പിയേഴ്സൺസ് മെത്തേഡ്, കാൾ-പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. രണ്ടാമത്തെ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ മെത്തേഡാണ്, സ്പിയർമാൻസ് മെത്തേഡ് എന്നാണ് അത് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ ആണ് കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡ്. ഈ മൂന്ന് മെത്തേഡും നമുക്ക് പഠിക്കാനുള്ളതാണ്. സോ ആദ്യം നമുക്ക് കാൾ-പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ നോക്കാം. ഓക്കെ, കാൾ-പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ഇതാണ്. ഓക്കെ, ഈ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ടത്. അത് നോക്കാം, ഒന്ന് പറയാം. n സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് n സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. എങ്ങനെ വരും? കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനെ സൂചിപ്പിക്കുന്ന r ആണ്. r ഇസ് ഈക്വൽ ടു n സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് n സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ നമുക്ക് 2 വേരിയബിൾ എക്സും വൈയും വേരിയബിൾ തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് വേരിയബിളും കിട്ടിയിട്ടുണ്ട്, വൈ വേരിയബിളും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് ഈ എക്സ് വേരിയബിളും വൈ വേരിയബിളും യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഇക്വേഷനിലെ ഓരോ ഐറ്റവും കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എക്സ് വേരിയബിൾ നമ്മൾ എക്സാമ്പിളിന് വേണ്ടിയിട്ട് 1 2 3 4 എന്ന് എഴുതുന്നുണ്ട്. ഇത് 8 10 12 16 ഇങ്ങനെ എഴുതുന്നുണ്ട്. ഓക്കെ, ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഈ ഇക്വേഷനിലെ എന്തൊക്കെ ഐറ്റംസ് ആണ് നമുക്ക് ഇനി കണ്ടുപിടിക്കാനുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ n ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഐറ്റംസ് ആണ്, നമ്പർ ഓഫ് ഐറ്റംസ്. അപ്പോൾ n എന്ന് പറയുന്ന നമ്പർ ഓഫ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഈ കേസിൽ 1 2 3 4 സീരീസ് ഓഫ് നമ്പേഴ്സ് അല്ലേ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് 4 ഇവിടെ n ഇസ് ഈക്വൽ ടു 4 എന്ന് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് വേണ്ടത് എന്താ? സിഗ്മ എക്സ് വൈ. സിഗ്മ എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ് വൈയുടെ ടോട്ടൽ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എക്സ് വൈ കണ്ടുപിടിക്കണം. അപ്പോൾ നെക്സ്റ്റ് ഒരു കോളം കൂടെ വരയ്ക്കും. അതിൽ എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഇൻറ്റു വൈ. ഇപ്പം 8 ഇൻറ്റു 1 8, 10 ഇൻറ്റു 2 20, 12 ഇൻറ്റു 3 36, 16 ഇൻറ്റു 4 64 അല്ലേ? ഓക്കെ, 64 ഇങ്ങനെ കിട്ടി. 64 തന്നെയല്ലേ വരുന്നത്? ഓക്കെ, 64. സോ അത് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കണം. ഓക്കെ, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഇവിടെ ഒരു ടോട്ടൽ കിട്ടുള്ളൂ. അതാണ് സിഗ്മ എക്സ് വൈ എന്നുള്ളത്. സോ നമുക്ക് ഈ ഐറ്റം കിട്ടി, സിഗ്മ എക്സ് വൈ കിട്ടി. ഇനി നമുക്ക് വേണ്ടത് സിഗ്മ എക്സ് എന്തായിരിക്കും? എക്സിൻ്റെ ടോട്ടൽ എക്സിൻ്റെ ടോട്ടൽ സിഗ്മ എക്സ് ആയി. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് സിഗ്മ വൈ പറയാനൊന്നുമില്ല, എന്താണ്? വൈയുടെ ടോട്ടൽ. ഇവിടെ ടോട്ടൽ ചെയ്താൽ സിഗ്മ വൈയും കിട്ടി. ഓക്കെ, സോ സിഗ്മ വൈ ഇസ് ഓൾസോ കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് നെക്സ്റ്റ് നോക്കാം. ഇക്വേഷനിൽ ബാക്കിയുള്ളത് n സിഗ്മ എക്സ് സ്ക്വയർ. n ഓൾറെഡി നമുക്കറിയാം എത്ര നമ്പർ ഐറ്റംസ് ആണുള്ളത് എന്നുള്ളതാണ് n എന്ന് പറയുന്നത്. ദെൻ സിഗ്മ എക്സ് സ്ക്വയർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് സ്ക്വയറിന്റെ ടോട്ടൽ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു കോളം കൂടി ഇവിടെ വരയ്ക്കണം. എക്സ് സ്ക്വയർ, ഈ എക്സിന്റെ സ്ക്വയർ 1ന്റെ സ്ക്വയർ 1 2 4 3 9 4 16 കിട്ടി. എക്സിന്റെ സ്ക്വയർ കിട്ടി അല്ലേ? ഇനി എക്സിന്റെ സ്ക്വയർ നമ്മൾ ആഡ് ചെയ്യാം. എക്സിന്റെ സ്ക്വയർ ടോട്ടൽ ചെയ്യുമ്പോൾ സിഗ്മ എക്സ് സ്ക്വയർ കിട്ടും. ഓക്കെ, അതുപോലെ നമുക്ക് സിഗ്മ വൈ സ്ക്വയർ വേണം. അപ്പോൾ ഇവിടെ ഒരു ഏരിയ കൂടെ, ഒരു നെക്സ്റ്റ് കോളത്തിൽ വൈ സ്ക്വയർ കണ്ടുപിടിക്കുക. ദെൻ അതിന്റെ ടോട്ടൽ സിഗ്മ വൈ സ്ക്വയർ കിട്ടി. ഓക്കെ, ഇനി നോക്കുക, n ആയി സിഗ്മ എക്സ് സ്ക്വയർ ആയി.
ദെൻ സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ, സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ, ഇതും സെയിം അല്ല. എപ്പോഴും ഓർക്കുക, സിഗ്മ എക്സ് സ്ക്വയർ ഇതാണ് എക്സ് സ്ക്വയറിന്റെ ടോട്ടൽ. സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ സിഗ്മ എക്സിന്റെ സ്ക്വയർ, നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന സിഗ്മ എക്സ് ഇല്ലേ, അതിന്റെ സ്ക്വയർ ആണ് സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും മാറിപ്പോകാൻ വേണ്ടി പാടില്ല, ശ്രദ്ധിച്ച് തന്നെ എഴുതണം. അതുപോലെ തന്നെ എൻ സിഗ്മ വൈ സ്ക്വയർ, സിഗ്മ വൈ സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ, സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ എവിടെ കിട്ടും, സിഗ്മ വൈ ഇവിടെയുണ്ട്, അതിന്റെ സ്ക്വയർ സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ. അപ്പൊ നമുക്ക് വേണ്ട ഐറ്റംസ് എല്ലാം കിട്ടി അല്ലെ. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് ആ ഇക്വേഷൻ സോൾവ് ചെയ്താൽ മാത്രം മതി. ഇക്വേഷനിലുള്ള എല്ലാ ഐറ്റവും എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ പഠിച്ചു, നമ്മൾ ജസ്റ്റ് അതങ്ങോട്ട് സോൾവ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. എന്താ പറയുക, ചെറിയ നമ്പേഴ്സാണ് തന്നിട്ടുള്ളത്. സോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എക്സ് വൈ അല്ലേ, എക്സും വൈയും തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്, എന്താണ്, കാൽക്കുലേറ്റ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. അപ്പൊ നമ്മളോട് ജസ്റ്റ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കുന്ന മാത്രം ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. കാൽപിയേഴ്സൺസ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ. കാൽക്കുലേറ്റ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽപിയേഴ്സൺസ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ എക്സും വൈയും തന്നിട്ട് ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഈ മെത്തേഡ് മാത്രം യൂസ് ചെയ്യാം. അപ്പം എക്സ് 2 3 4 5 6 7 8 എക്സ്. ഓക്കെ, ദെൻ വൈയുടെ ഐറ്റം തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ നോക്കൂ. വൈ 4 5 6 12 9 5 4. ഓക്കെ, ക്വസ്റ്റ്യൻ കിട്ടി. ഇനി നമ്മൾ ആൻസർ കണ്ടുപിടിക്കണം. ആൻസർ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഐറ്റംസ് ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക. അപ്പം നമ്മൾ ആദ്യം തന്നെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് 3 കോളം വേണം. അപ്പം സോ ഫസ്റ്റ് എക്സ് വൈയുടെ കോളം, ദെൻ എക്സ് സ്ക്വയറിന്റെ കോളം, പിന്നെ വേണ്ടത് വൈ സ്ക്വയറിന്റെ കോളം. ഓക്കെ, ഇനി ഈ ഓരോ ഐറ്റം നമ്മൾ സിമ്പിൾ അല്ലേ, നമുക്ക് അങ്ങോട്ട് ചെയ്താൽ മാത്രം മതി. എക്സ് വൈ എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു വൈ 4 2 8, 3 × 5 15, 6 × 4 24, ദെൻ 12 × 5 60, 9 × 6 6 54, 35, 4 8 32 അല്ലേ. നമുക്ക് എക്സ് വൈ കിട്ടി. ദെൻ ഇനി എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണം. എക്സ് സ്ക്വയർ എന്താ, ഈ എക്സിന്റെ ഓരോ സംഖ്യയുടെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ 16, 5 25, 6 36, 7 49, 8 56. ഓക്കെ, ഇനി വൈ സ്ക്വയർ. വൈ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ 4ന്റെ 16, 5 25, 6 36, 12 144, ദെൻ 9 81, 5 25, 4 16. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ എല്ലാ കോളവും ടോട്ടൽ ചെയ്യാം. എല്ലാ കോളത്തിൻ്റെയും ടോട്ടൽ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, എല്ലാ കോളവും ടോട്ടൽ ചെയ്യുമ്പം എക്സ് ടോട്ടൽ 35 വരും. ഓക്കെ, വൈ 45, 228, 203, 343. ഓക്കെ, സോ നമുക്ക് എല്ലാത്തിൻ്റെയും ടോട്ടൽ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ആ ടോട്ടൽ ഓരോ ഐറ്റവും ഏതാണെന്ന് ഒന്ന് എഴുതി വെക്കാം. നമ്മൾ ആദ്യത്തെ പ്രോബ്ലം ചെയ്യുന്നതല്ലേ, നിങ്ങൾ എക്സ്പേർട്ട് ആയി കഴിയുമ്പോൾ അങ്ങനെ എഴുതേണ്ട കാര്യമൊന്നുമില്ല. ആദ്യത്തെ പ്രോബ്ലം ആയതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷനിൽ വേണ്ട ഓരോ ഐറ്റത്തിന്റെ വാല്യൂ ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, സോ നോക്കാം. ആദ്യം എന്താണ്, n is equal to number of items ആണ്. n is equal to number of items. എത്രയുണ്ട്, 1 2 3 4 5 6 7. n is equal to 7 കിട്ടി. ഓക്കെ, n is equal to 7. n is equal to 7. Then
സിഗ്മ എക്സ് വൈ എത്രയാ? സിഗ്മ എക്സ് വൈ ടോട്ടല് 228 228. ഇനി സിഗ്മ എക്സ് സ്ക്വയർ 203, സിഗ്മ വൈ സ്ക്വയർ 343 അല്ലേ? ദെൻ സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു 35, സിഗ്മ വൈ ഇസ് ഈക്വൽ ടു 45. ഓക്കെ, ഇത് നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ R is equal to, ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? R is equal to, ഇക്വേഷൻ എന്തായിരുന്നു? n സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് n സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതായിരുന്നു ഇക്വേഷൻ. n 7 ആണെന്ന് പറഞ്ഞു. സോ 7 ഇൻറ്റു 228 മൈനസ് സിഗ്മ എക്സ് വൈ എത്രയാണ് നമുക്ക് കിട്ടിയത്? 228 മൈനസ് ബ്രാക്കറ്റുകൾ ഒരിക്കലും വിട്ടുപോകരുത്. ബ്രാക്കറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രാക്കറ്റിൽ ഒരു ഐറ്റം തന്നിട്ടുണ്ടെങ്കിൽ ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ചെയ്തതിന് ശേഷം മാത്രമേ അതിനെ പുറത്തോട്ട് എടുക്കാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, ദെൻ സിഗ്മ എക്സ് എന്ന് പറയുന്നത് 35 ഇൻറ്റു സിഗ്മ വൈ എന്ന് പറയുന്നത് 45. ഓക്കെ, ഇനി ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ്, സ്ക്വയർ റൂട്ട് നമ്മൾ ലാസ്റ്റ് സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചാൽ മതി. n 7 ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു 203 മൈനസ് സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ, സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ. സിഗ്മ എക്സ് എത്രയായിരുന്നു നമുക്കുണ്ടായിരുന്നത്? 35 അല്ലേ? സോ 35ന്റെ സ്ക്വയർ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 7 ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ എത്രയാണ്? 343 മൈനസ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ. സിഗ്മ വൈ 45 ആണ്. 45 ഹോൾ സ്ക്വയർ. ഇത് നമ്മൾ ചെയ്ത് വരുമ്പം എങ്ങനെ വരും? ഇത് നിങ്ങൾ സോൾവ് ചെയ്ത് കഴിയുമ്പം നമുക്ക് മുകളിൽ 1596 മൈനസ് 1575 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 196 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 376 കിട്ടും. സോ അഗെയിൻ നമ്മൾ ചെയ്യുമ്പോൾ 21, ഇത് മൈനസ് ചെയ്യുമ്പം 21 ഡിവൈഡഡ് ബൈ 196ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 14 ഇൻറ്റു 19.39. 376ന്റെ സ്ക്വയർ റൂട്ട് 19.39. സോ ആൻസർ വിൽ ബി 0.077. ഇങ്ങനെ ഒരു ആൻസർ നമുക്ക് R is equal to 0.77 എന്ന് പറഞ്ഞൊരു ആൻസർ കിട്ടും. സോ ഇതാണ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. നോക്ക്, -1ന്റെയും +1ന്റെയും ഇടയിലാണ്. ഇതൊരു പോസിറ്റീവ് കോറിലേഷൻ അല്ലെ? പോസിറ്റീവ് കോറിലേഷൻ, ഹൈ ഡിഗ്രി ഒന്നുമില്ല, ലോ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. കാരണം 0-നോട് അടുത്ത് നിൽക്കുന്ന ഒരു നമ്പറാണ് അല്ലെ? 0-നോട് ചേർന്ന് 0 നോ കോറിലേഷൻ ആണ്. അപ്പോൾ 0-നോട് അടുത്ത് നിൽക്കുന്നത് ലോ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഇപ്പം എക്സാമ്പിൾ ഒരു ആൻസർ 0.9 ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്കത് ഹൈ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. സോ ദർ ഇസ് എ പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ അല്ലെ? രണ്ടും തമ്മിൽ പോസിറ്റീവ് കോറിലേഷൻ ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ പോകരുതാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഇതേ രീതിയിലുള്ള കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാൾ പിയേഴ്സൺസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന വേറൊരു ക്വസ്റ്റ്യനും കൂടെ. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഡാറ്റ ഗിവൺ ബിലോ പെർട്ടൈൻ ടു ദ പ്രൈസസ് ആൻഡ് ഡിമാൻഡ് ഫോർ എ പെർട്ടിക്കുലർ കമ്മോഡിറ്റി ഓവർ എ പീരീഡ് ഓഫ് 5 years. കമ്പ്യൂട്ട് ദ കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. ഒരു കമ്മോഡിറ്റിയുടെ 5 വർഷത്തെ പ്രൈസും ഡിമാൻഡുമാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇത് തമ്മിലുള്ള കോറിലേഷൻ, എന്തെങ്കിലും കോറിലേഷൻ ഉണ്ടോ, ഉണ്ടെങ്കിൽ എത്രത്തോളം കോറിലേഷൻ ആണ് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് പ്രൈസും തന്നിട്ടുണ്ട്, ഡിമാൻഡ് ഇൻ ടൺസും തന്നിട്ടുണ്ട്.
ഓക്കെ, സോ നമുക്ക് ഒന്നിനെ എക്സ് ആയിട്ടും ഫസ്റ്റ് വൺ പ്രൈസിനെ എക്സ് ആയിട്ടും ഡിമാൻഡിനെ വൈ ആയിട്ടും എടുക്കാം. ഓക്കെ, സോ നമുക്കിങ്ങനെ രണ്ട് എന്താ പറയുക വേരിയബിൾസ് എക്സും വൈയും എന്നല്ലാതെ വേറെ ഏത് പേരിൽ തന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഒന്നിനെ എക്സ് ആയിട്ടും മറ്റേതിനെ വൈ ആയിട്ടും എടുക്കാം. ഓക്കെ, സോ പ്രൈസ് 7, 8, 9, 6, 5, ഡിമാൻഡ് 8, 6, 7, 9, 10. നമുക്ക് ചെയ്ത് നോക്കാം. വയോ സോ നമ്മൾ ക്വസ്റ്റ്യനിലുള്ളത് എക്സും വൈയും നമുക്കൊന്ന് എടുത്തെഴുതാം. എക്സ് 7, 8, 9, 6, 5. വൈ എന്നുള്ളത് 8, 6, 7, 9, 10. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ നമുക്ക് പിന്നെ എന്തൊക്കെയായിരുന്നു വേണ്ടത്? എക്സ് വൈ വേണം, എക്സ് സ്ക്വയർ വേണം, വൈ സ്ക്വയർ വേണം അല്ലേ? അപ്പോൾ നമ്മൾ വേഗമായിട്ട് പഠിച്ചല്ലോ. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറ്റും, അത്ര സിമ്പിളാണ്. ഓക്കെ, ഇനി ഇത് ചെറിയ നമ്പേഴ്സ്, ഇനി എത്ര വലിയ നമ്പർ വന്നാലും ഈ ഒരു ഇത് തന്നെ ഫോളോ ചെയ്താൽ മതി. നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് വലിയ നമ്പേഴ്സ് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഫോളോ ചെയ്യേണ്ട മെത്തേഡ്സ് അല്ലെങ്കിൽ ആ ഒരു ഫോർമുല എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ചെയ്യേണ്ട രീതി ഇത് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് എക്സ് വൈ നോക്കാം. എക്സ് വൈ 7 × 8 56, 8 48, ദെൻ 9, 7 63, 9, 6 54, 15, 50. ഓക്കെ, ഇനി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഈ വേരിയബിൾസിൻ്റെ എക്സിൻ്റെ സ്ക്വയർ 7 × 49, 8, 64, 9, 81, 6, 36, 5, 25. അതുപോലെ തന്നെ വൈ സ്ക്വയർ നോക്കാം. 8, 64, 6, 36, 7 × 7 49, 9, 81, 10 സ്ക്വയർ 100. ഓക്കെ, ഇനി എല്ലാ കോളവും ടോട്ടൽ ചെയ്യും. ഓക്കെ, സോ സിഗ്മ എക്സ് എത്ര കിട്ടി? 35 വരും. ഇവിടെ 40, 271, 255, 330. ഇത് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ നോക്കി നിൽക്കാൻ, നിങ്ങളും കൂടെ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അത് നമ്മുടെ രണ്ടാമത്തെ പ്രോബ്ലം അല്ലേ, അപ്പം നിങ്ങളും കൂടെ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻ എഴുതാം. കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ R = എന്തായിരുന്നു ഇക്വേഷൻ? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? n സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് n സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, നമുക്ക് ഇക്വേഷൻ കിട്ടി. ഇക്വേഷനിൽ വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ ഉണ്ട്. നമ്മളത് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഇനി n എത്രയാണ്? നമ്പർ ഓഫ് ഐറ്റംസ് 1, 2, 3, 4, 5. n = 5. ഓക്കെ, n = 5. നമുക്കിനി ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, n 5 ഇൻറ്റു സിഗ്മ എക്സ് വൈ എത്രയാണ്? സിഗ്മ എക്സ് വൈ 271 മൈനസ് ബ്രാക്കറ്റിൽ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. സിഗ്മ എക്സ് 35 ഇൻറ്റു സിഗ്മ വൈ 40 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് n 5 സിഗ്മ എക്സ് സ്ക്വയർ, ഇത് എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ 5 ഇൻറ്റു 255 മൈനസ് സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ. സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ മാറിപ്പോരുത്. സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ 35 സ്ക്വയർ ഇൻറ്റു n ഇൻറ്റു, അതായത് 5 ഇൻറ്റു n സിഗ്മ വൈ സ്ക്വയർ. സിഗ്മ വൈ സ്ക്വയർ 330 മൈനസ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ 40യുടെ സ്ക്വയർ. ഓക്കെ, നമ്മളിവിടെ ചെയ്യുമ്പോൾ എങ്ങനെ വരും? ആദ്യം ഇത് രണ്ടും ആദ്യം ഇൻറ്റു ചെയ്യുക, മൈനസ് ബ്രാക്കറ്റിനുള്ളിൽ ഇൻറ്റു ചെയ്യുക. എങ്ങനെ വരും? 1355 മൈനസ് 35 ഇൻറ്റു 40 1400 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ്, ആദ്യം ഏത് ചെയ്യണം? ഇതിനെ രണ്ടിനെ ഇൻറ്റു ചെയ്തോ.
ഓക്കെ, 1275 മൈനസ് 35ന്റെ സ്ക്വയർ 1225 ഇൻറ്റു ഓക്കെ 330 ഇൻറ്റു 5 1650 മൈനസ് 40യുടെ സ്ക്വയർ 416 1600. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാം. ഇത് മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? 1355 മൈനസ് 1400 അല്ലേ? ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കേണ്ടത്, അപ്പം നമുക്ക് മൈനസ് കിട്ടും. സോ മൈനസ് 45 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 50 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 50. ഓക്കെ, രണ്ട് സ്ക്വയർ റൂട്ട് 50 തന്നെയാണ് വരുന്നത്. ഓക്കെ, ഈക്വൽ ടു മൈനസ് 45 ഡിവൈഡഡ് ബൈ 50യുടെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 7.07 ഇൻറ്റു 7.07. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് മൈനസ് 45 ഡിവൈഡഡ് ബൈ 50 കിട്ടും. കാരണം സ്ക്വയർ റൂട്ടിന് വീണ്ടും ഇൻറ്റു ചെയ്യുന്ന സെയിം സംഖ്യ തന്നെ ഉണ്ട്, അങ്ങനെ തന്നെ വരും അല്ലേ? ഈക്വൽ ടു മൈനസ് 0.9. ഇങ്ങനെയായിരിക്കും ആൻസർ കിട്ടുക, മൈനസ് 0.9. ഓക്കെ, മൈനസ് 45 ഡിവൈഡഡ് ബൈ 50 മൈനസ് 45 ഡിവൈഡഡ് ബൈ 50. ഇതൊരു അപ്രോക്സിമേറ്റ് എമൗണ്ട് ആയിരിക്കും വരിക. പക്ഷെ നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് സ്ക്വയർ റൂട്ടിന് ഇൻറ്റു ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 50 തന്നെ എഴുതിയാലും മതി. പക്ഷെ നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ച് ചെയ്തപ്പോൾ അങ്ങനെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ 50 ചെയ്യുമ്പോൾ മൈനസ് 0.9 വരും. സോ ഇത് ഒരു നെഗറ്റീവ് ആണ് ആൻസർ വരുന്നത്. r is equal to നെഗറ്റീവ് 0.9 ആണ്. സോ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദർ ഇസ് എ നെഗറ്റീവ് കോറിലേഷൻ അല്ലേ? ഒരു നെഗറ്റീവ് കോറിലേഷൻ 0.9 ആണ് നമ്മുടെ ആൻസർ കിട്ടിയിരിക്കുന്നത്. സോ സിമ്പിൾ ആണ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തെറ്റിപ്പോവാതിരിക്കുക. സ്ക്വയറും ഇൻറ്റു ഒക്കെ ചെയ്യുന്ന സമയത്ത് തെറ്റിപ്പോവാതിരിക്കുക. അതുപോലെ തന്നെ ഇക്വേഷനിലോട്ട് നമ്മൾ എഴുതുന്ന ചിലപ്പോൾ നമ്മൾ ആൻസർ എല്ലാം കറക്റ്റ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. സോ എടുത്തെഴുതുമ്പോൾ തെറ്റിപ്പോവാതിരിക്കുക. അതുപോലെ തന്നെ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആൻസർ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, സോ അതാണ് കാൾ പിയേഴ്സൺസ് മെത്തേഡ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.